ഏക സിവിൽ കോഡ് ഇന്ത്യ രാജ്യത്തെ സകല ജനങ്ങൾക്കും ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന കാര്യത്തിൽ BJPക്ക് ആത്മാർത്ഥമായ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞ് BJPന്ന് അകന്നുപോയ പാർട്ടിയാണ് ഏത്? AAP. ആ പാർട്ടിയാണ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത കക്ഷി. അപ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായാലും നാം പ്രതീക്ഷിക്കപ്പെടേണ്ട കാര്യമാണ് എന്ത്? നിങ്ങൾ എവിടുന്ന് വരുന്നത്? അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്ന കാര്യമാണ് എന്ത്? യൂണിഫോം സിവിൽ കോഡിനെ. എന്നിട്ട് എന്താ ഉണ്ടാവുക? മുഖദ്ദിറായ റബ്ബ് തഖ്ദീറാക്കിയതൊക്കെ ഉണ്ടാവും. ഞാൻ പറയുന്നത് രാഹുൽ പ്രധാനമന്ത്രി ആകരുതെന്നല്ല, ആയാലും നീ ധൈര്യത്തിൽ ഇരിക്കൊന്നും വേണ്ട. മറ്റേ ആളിൽ ധൈര്യക്കേടിലിരിക്കണ്ട, ഇയാൾ ധൈര്യത്തിലിരിക്കണ്ട. നീ ചെയ്യേണ്ടത് ചെയ്തു. സ്രഷ്ടാവായ ജഗദീശനായ റബ്ബിലേക്ക് അഭയം തേടിക്കളാം. റബ്ബെന്താണോ പറഞ്ഞത്, റബ്ബെന്താ തീരുമാനിച്ചു, അത് നടക്കും. നിനക്കെന്താ? അജബല്ലി അംരിൽ മുഅ്മിനി ഫഇന്നൽ അംറ കുല്ലഹു ലഹു. മുഅ്മിനായ മനുഷ്യന്റെ കാര്യം അത്ഭുതമാണ്, എന്തും അവന് ലാഭത്തിലാണ് എത്തുക. ഈ ലോകാവസാനം വരെയുള്ള സകല മനുഷ്യരുടെയും മുന്നറിയിപ്പാണ് നബി. അപ്പൊ എന്തും നബി പറഞ്ഞിട്ടുണ്ടാവും. ആറ്റമിക് എനർജിയെ വിഭജിച്ചു. ആറ്റമിക് എനർജിയെ വിഭജിച്ചപ്പോൾ അത് മനുഷ്യരാശിയെ നശിപ്പിക്കുന്ന വെപ്പൺസിന് വേണ്ടി ഉപയോഗപ്പെടുത്തി. 20-ാം നൂറ്റാണ്ട് കണ്ട മനുഷ്യരാശി കണ്ട ഏറ്റവും വലിയ കൂട്ടക്കുരുതികൾ നാഗസാക്കിയിലും ഹിരോഷിമയിലും നടക്കാനുള്ള അടിസ്ഥാന കാരണം എന്താണ്? ആറ്റമിക് വെപ്പൺസ് മനുഷ്യൻ ഉപയോഗപ്പെടുത്തി. ഇതിന് നദീറാണ്ട് മുഹമ്മദ് മുസ്തഫ. അപ്പോഴല്ലേ കാഫത്തൽ നാസി നദീറാവുള്ളൂ. മനസ്സിലായോ പറഞ്ഞത്? അതെല്ലാം അതിൽ അന്തർലീനമാണ്. അത് നമ്മൾ ഇങ്ങനെ എടുക്കണം, മാറ്റി എടുക്കണം. അവിടെ ഉണ്ട്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ചിന്തിക്ക്. നിർത്തി പൊരിച്ച കോഴിയെ തളികയിലിട്ടിട്ട് അതിൻ്റെ മേലെ നല്ലോണം നെയ്ച്ചോറും ഇട്ട് കൊണ്ടുവന്ന് വെച്ചു. ആ നെയ്ച്ചോറിൻ്റെ മേലെ കുറച്ച് എന്ത് ചെയ്തു? നല്ല എന്താ പറയുക, നമുക്കൊക്കെ തിരിയണ ഉദാഹരണമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉദാഹരണം തന്നെ എടുത്ത്. തളികയിൽ കോഴി പൊരിച്ച്, ഒരു ഫുൾ കോഴി പൊരിച്ചിട്ട് വെച്ചു. എന്നിട്ട് അതിൻ്റെ മേലെ എന്ത് ചെയ്തു? ചോറ് ഇങ്ങനെ അരി നല്ല ചോറ് ഇങ്ങനെ കയറ്റി വെച്ച് ആ നെയ്ച്ചോറിൻ്റെ മേലെ കുറച്ച് ഉള്ളിയും കുറച്ച് സാധനങ്ങൾ വിതറി കൊണ്ടുവന്ന് വെച്ചു. നമ്മൾ 4 ആൾ തിന്നാനിരുന്നു. നമ്മളെ ഭാര്യ വീട്ടിൽ നിന്ന് നമ്മൾ 2 പിടി ചോറ് തിന്നു, ദേശത്തിൽ ഇറങ്ങിപ്പോന്നു. അതിന് പേരക്കാർ ഉത്തരവ് പറയുന്നു. പിറ്റേന്ന് നമ്മളോളെ കൂട്ടിയില്ല. നമ്മൾ നേരെ 4 ആളും ഓരോ പിടി വാരിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് കിടാറും. നമുക്ക് പുറത്ത് മന്തി എന്നാറും പോയി. നമ്മൾ ഓരോ പിടി അതിൻ്റെ സൈഡിൽ നിന്ന് ഓരോ പിടി വാരി തിന്ന് നമ്മളവിടെ വണ്ടി വിട്ടു. അവളെ കൊണ്ടുപോകണം ചെയ്യല്ല. ഞങ്ങൾ പിന്നെ വരാറും. പിന്നെ 3 ട്രാക്കിൻ്റെ കത്തെഴുതി. എന്ത്? ഞാൻ എൻ്റെ ചങ്ങായിമാരെയും കൊണ്ട് ചെന്നപ്പോൾ വെറും പച്ച ചോറ്, അതിൻ്റെ മേലെ കുറച്ച് ഉള്ളിയും ബെതറിയിട്ട് കൊടുത്തയച്ചു. ഇന്ന മാനം കെടുത്തി എന്ന് പറഞ്ഞാൽ അതിന് 3 തലാക്കും ചൊല്ലി അയച്ചു. പിന്നെ ഉത്തരവാദിയാണ്, ആ പെരക്കാർ ഉത്തരവാദിയാണ്. ഈ പോന്തായിക്ക് പെണ്ണിട്ടിച്ചു കൊടുത്ത കുറ്റല്ലേ ഇവർക്കുള്ളൂ. ജാഹിലായ മനുഷ്യയാണ്. അവനൊരു ബാധ്യതല്ലേ? എന്ത്? ഒന്ന് മാന്തി നോക്ക്. മാന്തിയാലല്ലേ മനസ്സിലായില്ലേ? അക്കാലം വരെ ആ മഹലിൽ ആരും പൊരിക്കാത്തത് പോലത്തെ കോഴി പൊരിക്കലാണ് നടത്തിയത്. അതിനു വേണ്ടി പ്രത്യേകമായ ആളെ കൊണ്ടുവന്നിട്ട്, അത്രയും വലിയ ഉന്നതനായ കുക്കിനെ കൊണ്ടുവന്നിട്ടാണ് ഇതൊക്കെ ചെയ്തത്. ആ കുക്കിന് തന്നെ 5000 രൂപ കൊടുത്തിട്ട് ആ കയ്യിൻ്റെ വേദന മാറിയിട്ടില്ല എപ്പോഴും. എന്നിട്ടാണ് അവർ 3 ലാക്കല്ലേ. അപ്പോൾ എന്താ പറഞ്ഞ ന്യായം? ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് പച്ചച്ചോറ് എന്ന വിരോധമല്ല, ഇത് ചെങ്ങായിമാരെ മുന്നിൽ മാനം കെടുത്തി. അതിനിപ്പോൾ നമ്മൾ പറയുന്നത് ഖിയാമത്ത് നാൾ വരെയുള്ള നബിയാണത്. എന്ത് നബി ഇവിടെ? പിന്നെ നമ്മൾ ആറ്റം ബോംബിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ നേരെ യൂറോപ്യൻ സിവിലൈസേഷനെയും യൂറോപ്യൻ എഡ്യൂക്കേഷനെയും ആസ്വദിക്കുകയാണ്. അത് ഐസക് ന്യൂട്ടനെ പറയാൻ കഴിയുള്ളൂ. നബി പറഞ്ഞിട്ടുണ്ടാവില്ല. പറഞ്ഞത് മനസ്സിലായോ? നബി ബഷീറുമാണ്, നദീറുമാണ്. സുഖങ്ങളും ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ നേട്ടങ്ങളെക്കുറിച്ച് നബി മുന്നറിയിപ്പ്, സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ കാഫത്തുൽ നാസി ബഷീറാവൂല. എന്തിൽ ബിശാറത്ത്? ഫീ കുല്ലി ശൈഇൻ മിൻ ഉമൂരി ദുനിയ വൽ ആഖിറ. ദുനിയാവും നബിയിലെ
നമുക്കും നേട്ടങ്ങളായതും ചിലത് നേട്ടാൻ നമുക്ക് തോന്നും, പക്ഷെ അത് അടിസ്ഥാനപരമായി കോട്ടായിരിക്കും. അവിടെയും നബിന്റെ ഇൻസാർ ഉണ്ടാവും, ഭയപ്പെടുത്തൽ. അത് നമ്മൾ കണ്ടെത്തണം. അതാണ് പണി. നമ്മളെ പണി അതടോ. നമ്മളുടെ പണി അതാണ്. അല്ലാതെ അടുത്ത കൊല്ലം കർക്കിടക മാസത്തിൽ മഴ പെയ്താൽ, ജലദോഷം വന്നാൽ, പനി പിടിച്ചാൽ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ തന്നെ ബർക്ക. എന്തിനാ പറക്കണം? ഇന്ന് മേടം 22. ഇന്ന് മേടം 22. മേടം തന്നെ കഴിഞ്ഞിട്ടില്ല. നീ ഇടവം, പിന്നെയാണ് എന്ത്? കർക്കിടകം. അപ്പൊ കർക്കിടക മാസത്തിൽ തിരിമുറിയാതെ മഴ പെയ്തിട്ട് ജലദോഷം ആടിനെ കെട്ടാൻ പോയാൽ, മഴ കൊണ്ടാൽ, പനി പിടിച്ചാൽ, അന്ന് വിറച്ചാൽ എന്നാലോചിച്ചിട്ട് മേടം 22 വറക്ക. കഴിഞ്ഞെല്ലാം കർക്കിടകം ഉണ്ടായിട്ടുണ്ട്, അന്ന് മഴ പെയ്തിട്ടുണ്ട്, അന്ന് ആടിനെ കെട്ടാൻ പോയിട്ടുണ്ട്, ചത്തുപോയിട്ടൊന്നുമില്ല. പിന്നെ തിരക്കടില്ല. എന്തെന്നറിയോ? എന്ത് തിരക്കടില്ല? നമ്മൾ പഴയ വീട്ടിലുള്ള പ്ലാസ്റ്റിക്കും മറ്റൊക്കെ യഥാസ്ഥാനത്തൊക്കെ ഇല്ലേ? തൊപ്പി, പ്ലാസ്റ്റിക്കിൻ്റെ തൊപ്പില്ലേ? പിന്നെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇട്ടാണ് പോകുക, അതില്ലേ? ഉണ്ട്. ആരും ചിലപ്പോൾ ഉള്ളിലൂടെ ചെയ്താൽ കയറിയേക്കാം. അങ്ങനെയാണ്. അതൊന്നും തടയാൻ നമുക്കൊട്ട് കഴിയൂല. പിന്നെ മൂക്കിനും കണ്ണിനും കൂടി പ്ലാസ്റ്റിക് ഇടണം. അങ്ങനെ തന്നെ ആടിനെ കെട്ടലും നടക്കൂല. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അത്യാവശ്യം ചെയ്യാവുന്ന പ്ലാസ്റ്റിക്കൊക്കെ കയറി വെച്ചു. ബാക്കി ഫതവക്കൽ അലല്ലാഹ്. 2 തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇപ്പൊ അടുത്ത തവണ ആയാൽ പൊളിച്ചാൽ, തിരഞ്ഞെടുപ്പിന്റെ പെട്ടി പൊളിച്ചാൽ, പ്രധാനമന്ത്രി 3ാം വട്ടവും നരേന്ദ്രമോദി ആയാൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ പേടിച്ച് ചാകുക. നിനക്ക് ചെയ്യാൻ കഴിയണ എന്താ? നിനക്ക് ജനാധിപത്യം നിലനിൽക്കാൻ വോട്ട് ചെയ്തു, അലാസ് കഴിഞ്ഞു. ഫതവക്കൽ അലല്ലാഹ്. ബാക്കി ആർക്ക് വിട്? അല്ലാഹു വിട്. ഈ തിരക്കിലാണ്. ഇപ്പൊ ഈ ജാതി തിരക്കാകുമ്പോൾ നമുക്ക് ബഷീറിനെയും നസീറിനെയും കണ്ടെത്താൻ കഴിയൂല. കയ്യിൽ പൈസ ഉള്ളത് കൊണ്ട് അടുത്ത കടയിൽ പോയിട്ട് മന്തി തിന്നിട്ട് ഇവൾക്ക് ഫോൺ ചെയ്യും. എന്ത് നോക്ക് കുതിരെ, എന്നിട്ട് വന്ന് നോക്ക്, എൻ്റെ കയ്യിന് മന്തിൻ്റെ വാസന, എൻ്റെ പരിന്ന് കിട്ടേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ മൈലിൻ്റെ പ്രസംഗത്തിനെ കണ്ട് തീരുമാനിക്കാം നാളെ. മനസ്സിലായില്ലേ? ഇതേ തളികയിൽ എന്തുണ്ട് പറയടാ? ഇതേ ഐസക് ന്യൂട്ടന്റെ തളികയിൽ നീ മാന്തേണ്ട ആവശ്യമില്ല. നിന്റെ തളിക തന്നെ ഉണ്ട്. പക്ഷെ ആ തളികയിൽ നിനക്ക് ഈ വിറക്കൽ കഴിഞ്ഞിട്ട് ആ തളിക തുറന്നോക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ വിറക്കലിലാണ്. എന്തട നോക്കണത്? കാഫത്ത് എന്തട നോക്കണത്? കാഫത്തൽ ലിന്നാസി ബഷീറൻ വ നദീറാണ്. ഇന്നത്തെ അപകടം അന്നത്തെ നബി പറയണോല്ലേ? പിന്നെ അല്ലെങ്കിൽ ഇജ് നാസിൽ പെടൂല, കൊരങ്ങാന്ന് പറയണം. നമുക്ക് ഡാർവിനെ അംഗീകരിക്കാം. കൊരങ്ങ് തിരമറിഞ്ഞാൽ നമ്മളൊക്കെ എന്താണ് പറയടോ? നമ്മളൊക്കെ കൊരങ്ങാണ്. എന്നാ പിന്നെ കാഫത്തൽ ലിന്നാസിന്റെ പുറത്തു പോയി അൽഹംദുലില്ലാ, ഞാൻ നബിക്ക് കുറ്റാവൂല, നമ്മളൊക്കെ കൊരങ്ങാന്ന് അംഗീകരിക്കും. എന്തടോ ഇത്? എൻ്റെ റബ്ബ് ഇതിൻ്റെ ഒരു തൗഫീഖ് കൊണ്ട് പറയാണ് ഞാൻ. എന്നോട് അസൂയത്തെ പാണി നോക്കണം. ആരാ നിന്റെ ഊരം പറ നോക്കി? എനിക്കൊരാൾ വയറിന് സ്റ്റേജ് ഇട്ടി തരേണ്ട ആവശ്യമില്ല. എനിക്ക് എൻ്റെ റബ്ബ് ഹീന തന്ന ആളാണ് ഞാൻ. എൻ്റെ റബ്ബ് എനിക്ക് ഹീന തന്നിട്ടുണ്ട്. എനിക്ക് വയറിൻ്റെ ആവശ്യമില്ല, ഒന്നും വേണ്ട. ഞാനായി മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് ഞാൻ തന്നെ പറയും. അത് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ നിനക്ക് നടക്കാം. ഞാൻ എൻ്റെ റോഡ് പോണവരെ പറയും. ഖിയാമത്ത് നാൾ വരെ കുറിച്ച് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളിൽ വളരെ കൃത്യമായ ഗവേഷണങ്ങൾ നടക്കേണ്ടതുണ്ടെന്നാണ് എൻ്റെ വീക്ഷണം. എന്തുകൊണ്ട്? പല ഹദീസുകളും ഞാൻ പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന അർത്ഥത്തിലല്ല ആ ഹദീസ് ഉള്ളത് എന്ന് മനസ്സിലായി. ഹദീസ് 100% സത്യം. ആ ഹദീസ് സത്യമായത് എന്തുകൊണ്ട് സത്യമായി? നബി ആരാണ്? കാഫത്തൽ ലിന്നാസി ബശീറൻ വ നദീറ. ഇന്നത്തെ പ്രശ്നങ്ങളിലെ ഇൻദാർ ആ ഹദീസിലുണ്ട്. ആ ഹദീസിന്റെ കേസ് അടുത്ത തലമുറക്ക്
കൈമാറിയ പഴയകാല നൂറ്റാണ്ട് പോലെ നീ അത് കൈമാറാൻ പറ്റൂല. നീ ഇപ്പോൾ എവിടെ എത്തി? നിനക്ക് കൊടുത്തയച്ചതാണ് ഇപ്പൊ ഇത്. ഹിജ്റ 15-ാം നൂറ്റാണ്ടിലെ മുസ്ലിങ്ങൾക്ക് കൊടുത്തയച്ച കത്താണ്. നീ തുറക്കണം. അപ്പോഴാണ് നീ നബിയുടെ മുഹിബ്ബാവുക. മൗലൂദ് ഓതിയാൽ നിനക്ക് കൂലി കിട്ടൂലേ? കൂലി കിട്ടും. പക്ഷേ അത് സാധാരണ ജനങ്ങൾക്ക് കിട്ടുന്ന കൂലി പണ്ഡിതന് കിട്ടൂല. പണ്ഡിതൻ മൗലൂദ് ഓതിയാൽ മാത്രം പോരാ, നബിയെ പഠിക്കണം. മനസ്സിലായില്ല? അപ്പൊ പഠിക്കാത്ത സാധാരണ ജനത അവിടെ ഉണ്ടാവുമല്ലോ, അതെന്തിനുണ്ടല്ലോ. ആ സാധാരണ ജനതക്ക് ഇങ്ങനത്തെ വാക്കുകൾ കേട്ടാൽ തന്നെ അവർക്ക് കൂലി കിട്ടും. മജ്‌ലിസിൽ പങ്കെടുത്താലും കൂലി കിട്ടും. പണ്ഡിതനോ മൗലൂദ് ഓതിയാൽ മാത്രം കൂലി കിട്ടൂല. ഇവരൊക്കെ മൗലൂദ് ഓതി പിരിഞ്ഞാണ് ചോറുന്നത് പോയാൽ ഇത് ആര് പരിശോധിക്കും? ജനങ്ങളാകട്ടെ ഒരു ഇന്താർ ആവശ്യമായ രംഗത്തുമാണുള്ളത്. നബി ഇവർക്കും ആരാണ്? നബി ഇവർക്കും ആരാണ്? ആറ്റം ബോംബ് ഉണ്ടാക്കരുതേന്ന് നബി പറഞ്ഞിട്ടില്ലെങ്കിൽ നബി എങ്ങനെ കാഫത്തുൽ ലിന്നാസി ബശീറാവുക, നദീറാവുക? രാസായുധം ഉണ്ടാക്കരുതേ എന്ന് നബി പറയണല്ലോ. അല്ലെങ്കിൽ നബി എങ്ങനെ 20-ാം നൂറ്റാണ്ടിലും 25-ാം നൂറ്റാണ്ടിലും നദീറാവുക? അങ്ങനെ നബി പറയണ്ടല്ലോ, അങ്ങനെ നബി പറയില്ലല്ലോ. അത് വരികൾക്കിടയിൽ കണ്ടെത്തണല്ലോ. അല്ല എന്റെ ഉത്തരവാദിത്വം. ഒരു പണി എടുക്കൂല, ഒരു പണി എടുക്കാൻ അമ്മയ്ക്കൂല. നീ എന്തെങ്കിലും ഒരു പണി കഷ്ടപ്പെട്ടെടുക്കുകയാണെങ്കിൽ എങ്ങനെങ്കിലും കുത്തിമറിച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കണ പണി എടുക്കും. ഇത് കുത്തിത്തിരിപ്പ് അവര് ചെയ്യോ? ഇല്ല. പിന്നെന്താ ചെയ്യ? ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കും. കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയെന്നല്ല, ഉണ്ടാക്കൂലെന്നുമല്ല. കുത്തണമെങ്കിൽ കുത്തേണ്ട സാധനം ഇറക്കണ്ടേ? അതല്ല കുത്തിത്തിരിപ്പ് ഉണ്ടാക്കും. നിങ്ങളൊന്നും വിചാരിക്കരുത് ഞാൻ ഈ പറയുന്നതൊക്കെ സമുദായം അപകടത്തിൽപ്പെട്ടുപോയി. എന്താ നമ്മൾ ചർച്ച ചെയ്താൽ ഇതൊക്കെ സംസാരിച്ചാൽ ഒരാൾ കഴിഞ്ഞ വർഷം പറഞ്ഞത് ഇങ്ങനെ, കഴിഞ്ഞ 2022 എൻ്റെ ഒരു പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ഒരു മുസ്ലിയാർ കേരളത്തിൽ ഒരു സദസ്സിൽ പ്രസംഗിച്ചത് ഇങ്ങനത്തെ പ്രസംഗം നടത്തിയാൽ പല ആളുകൾക്കും സൗദിയിൽ ജോലി നഷ്ടപ്പെട്ടു എന്ന്. വലിയ കണ്ടെത്തലാണല്ലോ. ഒരു സദസ്സിൽ, ഒരു പണ്ഡിത സദസ്സിൽ ഒരാൾ പ്രസംഗിക്കാം. എന്താ പ്രസംഗിച്ചത്? ഇത്തരം പ്രസംഗങ്ങൾ നടന്നാൽ നമ്മളെ കുട്ടികൾക്ക് എങ്ങനെ സൗദി അറേബ്യയിൽ പിടിച്ചിക്കാൻ കഴിയാണ്? അപ്പം നമ്മുടെ പ്രശ്നം നമ്മളെ കുട്ടികൾ സൗദി അറേബ്യയിൽ പിടിച്ചിരിക്കുന്നതാണ്. ആരും പറയുന്നത് അത് ഏതോ ഒരു പൊളിറ്റിക്കൽ ലീഡർ പറയുകയാണെങ്കിൽ ഓക്കെ, അയാൾക്ക് അത്ര വിവരമുള്ളൂ, മനസ്സിലാക്കാം. താടിയും തലയെക്കെട്ടുള്ള മനുഷ്യന്മാർ ഇത് പറഞ്ഞാൽ എന്തവരൊക്കെ ഉദ്ദേശിച്ചു? ഇവരെ കയ്യിലൊക്കെ ഇവരൊക്കെ നോക്കിയിട്ട് ഏത് റബ്ബിനെ മനസ്സിലാക്കാനാണ്? അല്ലദീന ഇത് അതല്ലേ മുഅ്മിനീങ്ങൾ. ജോലി പോയാൽ എന്ത്, ജോലി കിട്ടിയാൽ എന്ത്? ഇനി ജോലിയൊക്കെ പോയാൽ അവർക്ക് നേരത്തെ കാലത്തെ പെണ്ണുങ്ങളെയും കുട്ടികളെയും കാണാമെന്നല്ല, ഇത്രയല്ലേ ഉള്ളൂ. ജോലിയും പൈസ ഏറ്റത് അവരാണോ? ശമ്പളവും റിസ്ഖും ഏറ്റത് ഇവരാണോ? അല്ലേ. അപ്പൊ റിസ്ഖ് ഇപ്പൊ ഈ മൂല്യര ഭാഷ പ്രകാരം റിസ്ഖ് ആരെ കയ്യില? അയ്യയ്യയ്യേ, ഞാനവരെ പേര് പറയില്ലട്ടോ. പേര് പറയുന്നൊന്നും അവർക്കറിയാം. ഈ പ്രസംഗം അവരെ ചെവിയിലെത്തും. അവർക്കറിയാം അവരെ പറ്റിയാണ് പറഞ്ഞത്. ഞാൻ പറയില്ല. എന്തുകൊണ്ട്? നിങ്ങളൊന്നും ഇത്ര മോശപ്പെട്ടവരാണെന്ന് ഈ സമുദായം അറിയാൻ പാടില്ല. അപ്പോൾ ദീനാട്ടിയും പറയും. ഞാൻ പറയില്ല, ഞാൻ ആളുടെ പേരൊന്നും പറയില്ല. കാരണം നിങ്ങളൊക്കെ അവരൊക്കെ ഞാൻ കണ്ടാൽ ഇനിയും ബഹുമാനിക്കുകയും ചെയ്യും. എന്തുകൊണ്ട്? ഞാൻ ബഹുമാനിക്കാത്തതുകൊണ്ട് അവരെ പേരും ജോലി നഷ്ടപ്പെട്ടുകൊണ്ട് സമുദായം നഷ്ടവും പറയുന്നില്ല. ഒരു പണ്ഡിത സദസ്സിൽ ഒരു പണ്ഡിതനായി പറയപ്പെടുന്നവരുടെ നേതാവ് പ്രസംഗിക്കുക. എന്താ പ്രസംഗിക്കുന്നത്? ഇത്തരം റഹ്മത്തുള്ളാഹിന്റെ പ്രസംഗം പോലത്തെ പ്രസംഗം തന്നാൽ നമ്മളെ കുട്ടികൾക്ക് സൗദി അറേബ്യയിൽ ജോലി നഷ്ടപ്പെടും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പേരൊന്നും ഞാൻ പറയില്ല. ഒന്നും ആയി പേടിക്കേണ്ട, പേര് പറയില്ല. വളരെ ചിന്തിക്കണം. നമ്മൾ നന്മ നടന്നു. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള മൗലൂദ് 1924 നിർത്തിയതാണ്. 2024 അവർ തന്നെ കൊടുത്ത റിപ്പോർട്ട് ലോകരാജ്യങ്ങൾ മുഴുവൻ വന്നു. എന്താണ്? മാധ്യമങ്ങൾ വന്നു. എല്ലാ ലോകരാജ്യ മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തു. എന്ത്? മദീനയിലെ സിനിമ തിയേറ്റർ അടുത്ത വർഷം തുറക്കും. ശരി, ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു കേട്ടോ? പറയാലോ. എന്ത്? ശരി, സിനിമ
സ്ഥലത്തൊരു തിയേറ്റർ എടുത്ത് നിങ്ങൾ പേതാലും എന്തിനും തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്ന മൗലൂദിന്റെ സുഗുണം തുറന്നാളി പണ്ട് മുതലേ അവിടെ നടന്നു വരുന്നത്. മൗലൂദിന്റെ സദസ് വിദ്യാർത്ഥി സിനിമ സുന്നത്തും ആവില്ലല്ലോ. അങ്ങനെ എന്താ കാരണം? അവരെ മൂട്ടുപാളിയിട്ട് കിട്ടുന്ന പൈസ മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അറബികളുടെ മൂട്ടുപാളിയപ്പോൾ കിട്ടുന്ന പൈസ മാത്രമാണ് ഇന്ന് പണ്ഡിതന്മാരെ ലക്ഷ്യം. അതുകൊണ്ട് നിശ്ചയമാണ് ആ പണ്ഡിതന്മാരെ ഞാൻ അംഗീകരിക്കൂല. മഹേശ്വരിൽ എവിടെ നിൽക്കാൻ അത് ഞാൻ സൗകര്യമുള്ള നിങ്ങൾ വേജറാണ്. അങ്ങനെ പോയി ഞങ്ങൾ മഹേശ്വരിൽ എവിടെ നിൽക്കാൻ മഹേശ്വരിൻ്റെ സ്ഥലം ഞാൻ നോക്കിക്കോളാം. നിങ്ങളെ ഞാൻ അംഗീകരിക്കൂല. കയ്യൊക്കെ പിടിച്ച് മുത്തിത്തരാം, അതിലൊന്നും പ്രശ്നമില്ല. അംഗീകരിക്കൂല, ഒരിക്കലും അംഗീകരിക്കൂല. മുമ്പ് കുറച്ചേരം കൂടി ഞാൻ കയ്യൊക്കെ പിടിച്ച് മുത്തിത്തരാം, എനിക്കൊരുമില്ല. മുമ്പൊരു അമ്മായിമ്മ അവര് ജഗജില്ലായ ഒരു മകൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങൾക്ക് ഒരു സുഖം കൊടുക്കാത്ത ഒരു അമ്മായിമ്മ. പെൺകുട്ടികളൊക്കെ വലിയ സ്വതന്ത്രവാദികളല്ലേ. ഒരു പെണ്ണിനെ കെട്ടി ആ പെണ്ണ് 2 ദിവസം തന്നെ അമ്മായിമാൻ്റെ തല്ലുണ്ടാക്കി പിരിച്ചുവിട്ട് തലക്കി. 2ാം പെണ്ണും 3ാം പെണ്ണും അങ്ങനെ എല്ലാം പെണ്ണുങ്ങളെ 2 ആഴ്ച 4 ആഴ്ച തലക്ക്. അങ്ങനെ ഒരു അമ്മായിമ്മയും മര്യാദയൊക്കെ ഉള്ള ഒരു പെൺകുട്ടിനെ കെട്ടിച്ച്. അപ്പോൾ കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ അമ്മായിമ്മ ചോദിച്ചു, ഞാൻ അകത്തെ മുറിയിലെ കട്ടിൽ കയറിയിരുന്നാൽ എവിടെ ഇരിക്കുന്നു ചോദിച്ചു. ഞാൻ അതിൻ്റെ താഴെ കസേരയിരിക്കും. ഞാൻ കസേരയിൽ വന്നിരുന്നാൽ എവിടെ ഇരിക്കുന്നു ചോദിച്ചു. ഞാൻ അതിൻ്റെ താഴത്ത് കണ്ടിറങ്ങിയിരിക്കും. ഞാൻ ഇറങ്ങിയിരിക്കും. ഞാൻ താഴത്തിരുന്നാൽ ഞാൻ നിലത്ത് അകത്തെ മുറിയിലെ നിലത്തേക്കിരുന്നാൽ എവിടെ ഇരിക്കുന്നു ചോദിച്ചു. അതിൻ്റെ താഴ്വാരത്ത് ഒന്നുകൂടി താഴെയുള്ള ആ താഴ്വാരത്തെ അതിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഞാൻ അവിടെ ഇരുന്നാലോ ചോദിച്ചു. ഞാൻ കൊലയമ്മക്ക് ഇറങ്ങിയിരിക്കുന്നു. ഞാൻ കൊലയമ്മൽ വന്നിരുന്നാലോ ചോദിച്ചു. ഞാൻ തിണ്ണക്ക് ഇറങ്ങിയിരിക്കുന്നു. ഞാൻ തിണ്ണമ്മൽ വന്നിരുന്നാലോ ചോദിച്ചു. അപ്പോൾ ഞാൻ ഉമ്മരപ്പടി താഴെ ആ ഒതുക്കം കല്ലുമൊക്കെ ഇരിക്കുന്നു. ഞാൻ ഒതുക്കം കല്ലിൽ വന്നിരുന്നാൽ ചെറിയ ചോദിച്ചു. ഞാൻ മുറ്റത്തിരിക്കുന്നു. ഞാൻ മുറ്റത്ത് വന്നിരുന്നാലോ ചോദിച്ചു. ഞാൻ തൊടുകയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഞാൻ തൊടുകയിൽ വന്നിരുന്നാൽ ചെവിടെ ഞാനൊരു കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിയിൽ ഇറങ്ങിയിരിക്കുമ്പോ ഞാൻ കുഴിയിൽ വന്നിരുന്നാലോ ചോദിച്ചു. അപ്പൊ ഞാൻ മണ്ണിടുന്നു. കാരണം മണ്ണിടേണ്ട കാലം എത്തുന്നത് വരെയും അമ്മായിമാനെ നിലനിർത്തുക എന്നത് മരുമോളെ ബാധ്യതയാണ്. അത്രയുള്ളൂ. റബ്ബാണ്, പടച്ചോനാണ് അവിടെ ടിക്കറ്റ് കൊടുക്കാന്ന് വിചാരിച്ചാൽ ഓരോല്ല, ഒരു റഹ്മത്തുള്ളിയല്ല, ഒരു സദഖത്തുള്ളിയല്ല. അവിടെ ടിക്കറ്റ് കൊടുക്കുക റബ്ബാണ്. റബ്ബിന് ആര് തൃപ്തിപ്പെട്ടോ ഓനൊക്കെ രക്ഷപ്പെടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിന് റബ്ബ് ഇവിടെ പറഞ്ഞ സന്ദേശം ചിലപ്പോൾ തെറ്റാലെന്താ? ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞൊക്കെ ശരിയാക്കണം. തെറ്റിയാലും എനിക്ക് മനസ്സിലായ സത്യം ഒരു 10 വട്ടം ആലോചിച്ച് ആ സത്യം ബോധ്യപ്പെട്ടാൽ പറയണ്ടേ? ചിലപ്പോൾ വെക്കും. വെച്ചാലെന്താ? വെക്കാത്തൊരു തന്നെ ഉള്ളൂ. നാളെ ഞങ്ങൾക്ക് പറഞ്ഞു തരാറ് മുത്തു മുഹമ്മദ് മുസ്തഫ. അവിടത്തേക്ക് നമ്മളെ ഉപമയാക്കുകയല്ല, എന്നാലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഉപമയല്ല. ഒരു ചോദ്യം 2-3 ചോദ്യം ചോദിച്ചു, നാളെ പറഞ്ഞു തരാറ്. ആളുകൾ വന്നു, നാളെ പറഞ്ഞു തരാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് വന്നു, പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. പിറ്റേന്ന് വന്നു, പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. ദിവസങ്ങൾ കഴിഞ്ഞാണ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. അപ്പോഴാണ് പറഞ്ഞു കൊടുത്ത്. അതുവരെ ജനങ്ങൾ നബിയെ കളിയാക്കി, കുഫറുകൾ കഫാറുകൾ നബിയെ കളിയാക്കി. എന്തുകൊണ്ട്? നബി ഒറ്റക്കൊന്നും പറയില്ല, ആരിത്ത് കിട്ടണം. അപ്പോ ആർക്കും പേക്കാം. മേലാൽ ഇൻഷാ അല്ലാഹ് പറയാത്തൊരു കാര്യവും പറയട്ടെ. അങ്ങനെ തന്നെയല്ലേ? ഇതല്ലേ നമ്മൾ എത്തിപ്പാൾ. നമുക്ക് പേച്ചാലെന്താ? നമുക്ക് പേച്ചാലെന്താ? നമ്മൾക്ക് പേക്കെന്നുള്ള നമ്മളെ മാത്രം. പേക്കാത്തവൻ ആര് മാത്രം? അല്ലാഹ് പേക്കൂല, ഒരിക്കലും പേക്കൂല. അവൻ ചില ആയത്തുകൾ, ചില സൂറത്ത് റസൂൽ ഓതും, ആയത്ത് മറന്നു. നിസ്കാരം കഴിഞ്ഞപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, ആയത്തൊക്കെ ഉയർത്തപ്പെട്ടോ നബിയെ? നസീത, അത് നിങ്ങൾ മറന്നോ? നസീത്തോ, ഞാൻ മറന്നതാ. ആയത്ത് ഉയർന്നു പോയിട്ടൊന്നുമില്ല. ആയത്ത് ഖുർആനിലുണ്ട്, പക്ഷെ ഞാനത് മറന്നുപോയി. അപ്പോൾ പറഞ്ഞതോ, നിങ്ങൾക്ക് ഞാൻ ഓതിത്തരാം, നിങ്ങൾ മറക്കൂല എന്നറിഞ്ഞതോ? സാന്ദർഭിക മറക്കാം, പാടെ മറക്കൂല. പാടെ മറക്കാത്തതുകൊണ്ടാണല്ലോ എന്ത് പറഞ്ഞത്? പാടെ മറക്കാത്തത് കൊണ്ടാണല്ലോ എന്ത് പറഞ്ഞത്? ഞാനത് മറന്നതാന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ അങ്ങനത്തെ ആയത്തനല്ല എന്നല്ലേ പറഞ്ഞത്?
മറക്കൽ രണ്ട് ജാതി. ഒന്ന് സാന്ദർഭികമായ മറക്കൽ, അങ്ങനെ ഉണ്ടായിക്കൂടെ? ഒരു സൂറത്ത് ഓതാണ്, അതിന്റെ അടിയിലെ രാജ്യം നമ്മൾ വിട്ടുപോയി. അപ്പോ മദറക്കമൽക്കാരിയെ മറന്നത് അതിൽ തെറ്റില്ല. നേരെ മറിച്ച് മാതറാക്കമൽക്കാരി അങ്ങനത്തെ ആയിട്ട് ഖുർആനിലില്ലല്ലോ. അതാണ് ഓതിയപ്പത്തെ മനസ്സിലായില്ലേ? എന്നോടൊരാള് ഫലിതം പറഞ്ഞു, ഒരു തമാശ ഫലിതം പറഞ്ഞു. അവര് ഒരു ഗൾഫില് ഒരു റൂമിൽ താമസിക്കുന്ന ആളുകളൊക്കെ സുബഹി ജമാഅത്തായി അവരുടെ ഫ്ലാറ്റിന്റെ മുകൾ ഭാഗത്ത് തന്നെ ടെറസിന്റെ മുകളിൽ കയറിയിട്ട് ജമാഅത്ത് നിസ്കരിക്കുക, ഓരോരുത്തരും ഓരോ ഇമാമുക്ക എന്ന് തീരുമാനിച്ചു. അങ്ങനെ അത് നല്ല കാര്യമാണ്. സുബഹിക്ക് ജമാഅത്തായി നിസ്കരിക്കുക, ഓരോരുത്തരും ഇമാമത്ത് നിൽക്കുക. അങ്ങനെ ഒരുത്തന്റെ ഊഴം വന്നു. അപ്പൊ ഓൻ എന്ത് ചെയ്യുന്നത്? സൂറത്ത് പഠിച്ച് പിറ്റും പഠിപ്പിടിച്ച് ഇക്കാലം വരെ എന്തായിട്ടില്ല, ഇമാമത്ത് നിന്നില്ല. അതുകൊണ്ട് സൂറത്ത് പേക്കോ എന്നുള്ള പേടിയോണ്ട് പിന്നെ പഠിച്ച് രാവും പകലും ഉറക്കം വരെ ഒഴിവാക്കി എന്ത് പഠിച്ച്? സൂറത്ത് പഠിച്ച്. അങ്ങനെ വലിയ ധൈര്യത്തിൽ പോയി ബാക്കില് മുസല്ലട്ട്, പിന്നെ മുന്നിൽ മുസല്ലട്ട്, അല്ലാഹു അക്ബർ തക്ബീറൻ ഓതി സൂറത്ത് പറഞ്ഞു. എന്ത് പറഞ്ഞു? കാരണം ഇവന്റെ മനസ്സിൽ എന്ത് മാത്രമേ ഉള്ളു? സൂറത്താണ്. ഇതിൽ ഗൾഫില് ആ റൂമിൽ ഉണ്ടായിരുന്ന ഒരാള് പിന്നെ എന്നോട് പറഞ്ഞ മറന്നുപോയി. അതേ സമയത്ത് അത്യാന്നൊരു സൂറത്ത് നിസ്കാരത്തിന് ഓതണ്ടയില്ല, അവിടെ പ്രശ്നമുണ്ട്. അത് അടിമക്ക് എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല. അടിമയാണ്, ഉടമക്കാരനെ തെറ്റുറ്റാതിരിക്കോളും. മനസ്സിലായോ? സാന്ദർഭിക അബദ്ധങ്ങൾ അമ്പിയാക്കളിലും സംഭവിക്കും. അവർ കുറ്റമല്ല, നിസ്യാന് മറവി. മനസ്സിലായില്ല? സാന്ദർഭിക മറവി, പാടേ മറവിയല്ല. ഒരു സാന്ദർഭിക മറവിയൊക്കെ ആർക്കും സംഭവിക്കാം. അമ്പിയാക്കൾക്ക് തെറ്റല്ലല്ലോ, ഒരിക്കലും തെറ്റല്ലല്ലോ, മറവിയല്ലേ. എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ പിഴവിയും മറവിയും പിഴച്ചു പോകും, മറന്നു. അതൊക്കെ എൻ്റെ സമുദായത്തിന് അതിൻ്റെ കുറ്റങ്ങൾ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കുറ്റം എൻ്റെ സമുദായത്തിന്റെ മേൽ എഴുതപ്പെടുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? തിരിച്ചു എല്ലാ റസൂലുള്ളാഹിക്ക് സമർപ്പിക്കണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ജനതയോട് നമുക്ക് പറയാലോ, നമുക്ക് വലിയ തെറ്റ് പറ്റിയില്ലേ? നിങ്ങൾക്ക് വലിയ പിഴവല്ലേ നിങ്ങൾക്ക് പറ്റിപ്പോലെ? എന്തുകൊണ്ട് നിങ്ങൾ റസൂലുള്ളാഹിനെ മൗലിദ് നിർത്തി? ഇപ്പൊ നിങ്ങൾ 100 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് തുടങ്ങാണ്? സിനിമ തിയേറ്റർ ബ്രേക്കിംഗ് ന്യൂസായി വന്നല്ലോ, ഇന്റർനാഷണൽ മാധ്യമങ്ങളിൽ മുഴുവൻ വന്നു. അപ്പൊ എന്താണ് അതിൽ? സമുദായത്തിന് പിഴച്ചിട്ടുണ്ട്, ഒരു സമൂഹത്തിന് പിഴച്ചിട്ടുണ്ട് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. ഇനി അവരെ നമ്മൾ ഭയപ്പെടുന്നില്ല. അവരെ ഭയപ്പെട്ടാൽ ആരെ ഭയപ്പെടാൻ കഴിയില്ല? അല്ലാഹുവിനെ ഭയപ്പെടാൻ കഴിയില്ല. അതാണ് പ്രശ്നം. അവരും നമ്മൾ പേടിക്കണ്ട. നമ്മൾ ആരെ ഭയപ്പെടുക? അല്ലാഹ് ജല്ല ജലാലായ റബ്ബിനെ മാത്രം ഭയപ്പെട്ടാൽ മതി. ഒരാളെയും ഭയപ്പെടരുത്. നമുക്ക് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആകുന്നത് കൊണ്ട് പ്രത്യേക ലാഭമോ നഷ്ടമോ ഇല്ല. മുഖദ്ദിറായ റബ്ബ് തഖ്ദീറാക്കിയതല്ലാതെ അത് എന്തായാലും നടക്കുകയും ചെയ്യും. നീ നരേന്ദ്രമോദി അല്ല, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയാലും അല്ലാഹു തഖ്ദീറാക്കിയതെല്ലാം നടക്കും. പിന്നെ നീ പിടിക്കണം. ജനാധിപത്യത്തിൽ നിനക്കുള്ള ഉത്തരവാദിത്തം നീ നിർവഹിക്കുകയും ചെയ്തു. എന്തിനാ നീ പേടിക്കുന്നതിനാ? ആ പേടിയാണ് എന്ത്? അല്ലാഹുവിനെ മറക്കുന്ന പേടിയാണ്. നിനക്ക് ജനാധിപത്യത്തിൽ നീ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം നിർവഹിച്ചു. നീ ആര് പ്രധാനമന്ത്രി ആയാലും നിനക്കൊന്നുമില്ല. എന്തുകൊണ്ട്? മുഖദ്ദിറായ റബ്ബ് തഖ്ദീറാക്കിയതല്ലാതെ ഈ ലോകത്തൊന്നും സംഭവിക്കില്ല. പിന്നെന്താ പ്രശ്നം? ഇതാണ് പ്രശ്നം. യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യ രാജ്യത്ത് പാസ്സാക്കപ്പെടുന്നു. അത് രാഹുൽ ഗാന്ധി ആയാലും പാസ്സാക്കപ്പെട്ടൂടെ? ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടിയാണ് AAP. ഈ പാർട്ടി BJPയോട് ഇടയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് BJPക്ക് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാൻ ധൈര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു കൂട്ടുകക്ഷി. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. ഇത് ഞാൻ കഴിഞ്ഞ
26-ാം തീയതി മുമ്പ് പറയാതിരുന്നത് ഉള്ള വോട്ട് ഇയാൾ കളഞ്ഞു എന്ന് വിചാരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ വോട്ടുകൾ എൻ്റെ ലക്ഷ്യമല്ല, നിങ്ങൾ ചിന്തിപ്പിക്കൽ മാത്രം എൻ്റെ ലക്ഷ്യം. കഴിഞ്ഞ 10 ദിവസം ആയല്ലോ, ഇനി പറയാലോ. രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ സഖ്യല്ലേ ഈ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടിയാണ് എന്ത്? AAP-യുടെ സിദ്ധാന്തം എന്താണ്? BJP-യുടെ സിദ്ധാന്തത്തിന്റെ തന്നെ ഒരു ഭാഗം. AAP-യും BJP-യും തമ്മിൽ അകന്നു, അവർ കൂടെയായിരുന്നു, പിന്നെ അകന്നുപോയി. ഇപ്പോൾ അവർ രാഹുൽ ഗാന്ധിയോട് കൂടെ കൂടി. എന്താ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്? കുറെ കാരണമുണ്ട്. ഒരു കാരണം എന്താ? യൂണിഫോം സിവിൽ കോഡ്. മനസ്സിലായില്ലേ? ഏക സിവിൽ കോഡ് ഇന്ത്യ രാജ്യത്തെ സകല ജനങ്ങൾക്കും ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന കാര്യത്തിൽ BJP-ക്ക് ആത്മാർത്ഥമായ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞ് BJP-ന്ന് അകന്നുപോയ പാർട്ടിയാണ് ഏത്? AAP. ആ പാർട്ടിയാണ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത കക്ഷി. അപ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായാലും നാം പ്രതീക്ഷിക്കപ്പെടേണ്ട കാര്യമാണ് എന്ത്? നിങ്ങൾ എവിടുന്ന് വരുന്നത്? അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കപ്പെടേണ്ട കാര്യമാണ് എന്ത്? യൂണിഫോം സിവിൽ കോഡിനെ. എന്നിട്ട് എന്താ ഉണ്ടാവുക? മുഖദ്ദിറായ റബ്ബ് തഖ്ദീറാക്കിയതൊക്കെ ഉണ്ടാവും. ഞാൻ പറയുന്ന രാഹുൽ പ്രധാനമന്ത്രി ആകരുതെന്നല്ല, ആയാലും നീ ധൈര്യത്തിലിരിക്കൊന്നും വേണ്ട. മറ്റേ ആളിൽ ധൈര്യക്കേടിലിരിക്കണ്ട, ഇയാൾ ധൈര്യത്തിലിരിക്കണ്ട. നീ ചെയ്യേണ്ടത് ചെയ്തു. ഫതവക്കൽ അലല്ലാഹ്. സ്രഷ്ടാവായ ജഗദീശനായ റബ്ബിലേക്ക് അഭയം തേടിക്കണം. റബ്ബെന്താണോ പറഞ്ഞത്, റബ്ബെന്താ തീരുമാനിച്ചു, അത് നടക്കും. നിനക്കെന്താ? അജബല്ലി അംരിൽ മുഅ്മിനി ഫഇന്നൽ അംറ കുല്ലഹു ലഹു. മുഅ്മിനായ മനുഷ്യന്റെ കാര്യം അത്ഭുതമാണ്, എന്തും അവന് ലാഭത്തിലാണ് എത്തുക. ഇദാ മസ്സതുഹു ളറാഉ സബറ ഫഹുവ ഖൈറുൻ ലഹു വഇദാ മസ്സതുഹു സറാഉ ശകറ ഫഹുവ ഖൈറുൻ ലഹു. ഇത് പണ്ടേ എനിക്കറിയാത്തും 26-ാം തീയതിക്ക് മുമ്പ് പറഞ്ഞാൽ വെറുതെ അതുകൊണ്ടൊന്നും വോട്ട് കുറയില്ല. എന്നാൽ പിന്നെ ജനങ്ങൾ പറയും ആസിഫ് അന്നാ പ്രസംഗം നടത്തുകൊണ്ട് നമ്മൾ കുറെ വോട്ട്. ആവശ്യം ഉള്ളതിന് ശത്രുത ഉണ്ട്, ആവശ്യം ഇല്ലാത്തതിനും ശത്രുത വേണ്ടല്ലോ എന്നതിനാണ് ഞാൻ ഒഴിവാക്കി. ഇപ്പൊ ഞാൻ പ്രശ്നമില്ല. അതായത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അതായത് മോഡിയിൽ നിന്ന് ഏറെ അകലെയൊന്നുമല്ല ആരും രാഹുൽ ഗാന്ധിയും എന്ന് മനസ്സിലാക്കുക. ഒന്നും അകലെയല്ല. പിന്നെ മുഖദ്ദിറായ റബ്ബിന്റെ തഖ്ദീറിൽ നീ വിശ്വസിച്ചാൽ അകന്നവനും അടുത്തവനും നിനക്കൊരു പ്രശ്നവും ഇല്ല. ഒന്നുമില്ല. മനസ്സിലുണ്ടോ പറഞ്ഞത്? നിങ്ങൾ ചിന്തിക്കണം. ഇനി ബാക്കി പറയാൻ കഴിയും, ഞാൻ പറയാൻ ഇരിക്കുകയാണ്. ഇപ്പൊ തൽക്കാലം ഈ തെരഞ്ഞെടുപ്പ് വസൂലിട്ട് അടുത്തൊരു തെരഞ്ഞെടുപ്പ് ഇനിയും നടത്തേണ്ടത് എങ്ങാനും പറഞ്ഞാൽ ഇത് പ്രശ്നമുണ്ടാന്ന് വിചാരിച്ചിട്ട് അതിന്റെ ബാക്കി പറയാതിരിക്കുകയാണ്. അങ്ങനെ വരാനും വോട്ടിംഗ് യന്ത്രത്തിലൊക്കെ കേട് പറ്റിയതുകൊണ്ട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കൂടി നടത്തണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞാലോ. അപ്പോൾ അന്ന് പിന്നെ ഞാൻ ഈ പറഞ്ഞൊരു പ്രശ്നമുണ്ട്. ഇതൊന്നും മുഖദ്ദിറായ റബ്ബിനെ തക്ക വിശ്വസിക്കുക. ഒന്നിനും കണക്കാക്കുന്നു. ആരെ കണക്കാക്കുക? അല്ലാഹ് അവനെ കണക്കാക്കുക. അതിൻ്റെ അർത്ഥം നീ ചെയ്യേണ്ടതൊന്നും ചെയ്യേണ്ടെന്നല്ല, ചെയ്യേണ്ടതൊക്കെ ചെയ്യും. നീ പണിക്ക് പോ. എന്തിന്? ദാരിദ്ര്യം വൈകുന്നേരം ചോറ് തിന്നണം. നീ പണിക്കുക. പണിക്ക് പോയി തിരിച്ചു വന്നപ്പോഴത്തേന് ചെറിയ കുട്ടി കിണറ്റിൽ വീണിട്ടുണ്ട്. അന്ന് ചോറ് തിന്നൂല, കാരണം പോക്കറ്റിലുള്ളത് ആകെയുള്ളത് 1000 റുപ്യാണ്. ഫയർഫോഴ്സ് വന്ന് എടുക്കാൻ തന്നെ പിന്നെ ഒരു 9,000 കടം വാങ്ങി. ഇനി കുട്ടിയെ 4 ആഴ്ച ആശുപത്രി കിടത്തണം. അപ്പൊ മുഴുവനും കണ്ടോരെ കയ്യിൽ നിന്ന് കടം വാങ്ങി. ചിലപ്പോൾ അന്ന് ചോറുന്നാനുള്ള പൈസ കടം വാങ്ങാൻ ഒരു മാനക്കെടും. അപ്പൊ അന്ന് ചോറ് തിന്നില്ല. എന്തിനാ പണിക്കുപോയത്? പറയടോ, എന്തിനാ പണിക്കുപോയത്? പറയടാ, എന്തിനാ പണിക്കുപോയത്? ചോറുന്നാൻ. അന്നത്തെ ചോറ് പടച്ചോ തഖ്ദീറാക്കിയിട്ടില്ല. വേറൊരാള് 1000 റുപ്യ പൈസയും പോക്കറ്റിലിട്ട് വന്ന് അങ്ങാടിയിൽ ബസ്സിന് വന്ന് ഇറങ്ങി. അരിയും വാങ്ങി, കൂട്ടാനും മീനും ഒക്കെ വാങ്ങിയിട്ട് നാട്ടിപ്പൊളി എന്നൊരു ഭക്ഷണം കഴിക്കണം എല്ലാവർക്കും എന്ന് പറഞ്ഞ് ബസ്സിന് 1000 റുപ്യ ധൈര്യമായിട്ടുണ്ട്. കാരണം നല്ല നെയ്ച്ചോറിൻ്റെ അരി വാങ്ങാം, കുറച്ച് കോഴി വാങ്ങാം, കുറച്ച് കാട വാങ്ങാം, എല്ലാം. എന്നാലും 1000 റുപ്യ ബാക്കിയുണ്ടാവും. ഇറങ്ങി ബസ്സിലിറങ്ങി ഇറങ്ങണം നേരത്തിൻ്റെ 2 കൊല്ലം മുമ്പ് ഗൾഫിൽ പോയ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഇന്നോവയും കൊണ്ട് കത്തിക്കുക. എന്ത്? ഒന്നുമല്ല, ഞാൻ എന്നെ കടം വന്നതാണ് എന്ന് ചോദിച്ചാൽ ഞാൻ മിന്നാണ്. എന്താണ്? ഒന്നുമല്ല, ഞാൻ വലി പോവാം.
അവൻ്റെ ഇന്നോവ കയറി പരിപ്പോയി. അപ്പോൾ കുട്ടികളോട് ബൻ തന്നെ പറഞ്ഞു, എൻ്റെ അടുത്ത ബന്ധുവാണ്, ഭാര്യനോട് മക്കൾ പറഞ്ഞു, എല്ലാവരും വസ്ത്രം മാറ്റി, ഇന്ന് ഭക്ഷണം ഇവിടെ വേണ്ട, നിന്റെ വക ഫ്രീ ആണ്. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് പണിക്കൊണ്ടില്ലേ? മനസ്സിലായില്ല. ഇന്ന് തിന്നാൻ പണിക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് ആര് തക്കതീറാക്കി പറയടോ. ഇന്ന് ഈ വൈകുന്നേരത്തെ നിന്റെ ഡിന്നറിന്, നിന്റെ മനസ്സിലായില്ലേ, രാത്രി ഭക്ഷണത്തിന് നിനക്ക് പണിക്ക് പോകണ്ടേയില്ല. മുഖത്തിറായ റബ്ബ് തക്തീറാക്കിയിട്ടുണ്ട്. നിനക്കതറിയില്ല. ഈ പണിക്കോയി മൊലാളി 1-2 വർത്താനൊക്കെ ഏറെ പറയും ചെയ്തു. കൈക്കോടെ വിട്ട് പോരേണ്ടതാണ്. പക്ഷെ പോകുന്നില്ല. എന്തുകൊണ്ട്? വൈകുന്നേരം കിട്ടുന്ന 1000 രൂപ എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് പെണ്ണുങ്ങളെയും കൊണ്ട് കുട്ടികളെയും മോട്ടോർ സൈക്കിൾ ബാക്കിൽ മുന്നിലൊക്കെ ആക്കി ഇരുത്തി കൊണ്ടുപോയി നല്ല ഭക്ഷണം വാങ്ങി അടിച്ചു പൊളിച്ച് ഭക്ഷണം കഴിക്കണം എന്ന് എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് മുതലാളി 2 ചീറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇടയിൽ. കൈക്കോട്ട് അവിടെ വലിച്ചെറിഞ്ഞ് നിങ്ങൾ പണി നോക്കി എന്നാൽ പോരാം. പക്ഷെ പോകുന്നില്ല. എന്തുകൊണ്ട്? വൈകുന്നേരം ഉണ്ടാകുന്ന ഒരു നല്ല ഒരു തീറ്റ മുടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അള്ളാഹു നേരത്തെ നക്കത്തിലാക്കിയിട്ടുണ്ട്. ഇന്ന് അടിച്ചു പൊളിച്ചൊരു ഭക്ഷണം കഴിക്കാൻ എൻ്റെ പൈസയുടെ ആവശ്യമില്ല. അത് നിനക്കൂട്ട് അറിയില്ല. കിട്ടിയത് കൊണ്ട് കിട്ടൂല. മനസ്സിലായില്ലേ? കിട്ടിയതുകൊണ്ട് ചിലപ്പോൾ ചെലവാക്കേണ്ടി വരില്ല. 1000 രൂപ പിറ്റേന്ന് പണിക്ക് പോയില്ല. നാളെ ഈ പൈസ എടുക്കാന്ന് വിചാരിച്ചു. അന്നാണ് ഗൾഫ് പോയ അമ്മോൻ നേരെ നമ്മളെ വരിയൊക്കെ വന്ന്. പിന്നെ 2 മാസം പോയതെന്നില്ല. മൊത്തം ചെലവ് മൂപ്പരേറ്റു. നമ്മളെ 1000 രൂപ പോക്കറ്റിന് എടുക്കാൻ അവസരം തന്നെ കിട്ടില്ല. എങ്ങനെയോ അമ്മോന്റെ കൂടെ ഒന്ന് അങ്ങാടി പോയി വന്നപ്പോൾ ഈ 1000 ഒരു 500 ചില്ലറക്കല്ലെന്ന് വിചാരിച്ചിട്ട് ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കാൻ പറ്റും. അപ്പോഴും അമ്മ സമ്മതിച്ചില്ല. പൈസ ഇന്ന് പണിക്ക് പോയ 1000 ഒന്ന് ചെലവായി കിട്ടാൻ ഇയാളൊന്ന് പോയി കിട്ടണം. എന്തേ? അത് മുഖദ്ദിറായ റബ്ബിന്റെ തഖ്ദീറാണ്. അവന്റെ തഖ്ദീർ. അവനെ വിശ്വസിച്ചു. ആരും വിശ്വസിക്കണ്ട. മനസ്സിലായി? പറയാം. ഒന്നുമില്ല. ഇവരൊക്കെ മനസ്സ് മാറ്റാൻ മുഖല്ലിബുൽ ഖുലൂബാണ് ആര്? അല്ലാഹു. ഇന്ത്യ പ്രധാനമന്ത്രിയായി അടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ. അയാൾക്ക് പറയാലോ എന്ത് വേണ്ട. നമ്മൾ ഇന്ത്യക്കാരെല്ലാം ഒന്നുപോലെയാണ് ഈ രാജ്യത്ത് ജീവിക്കേണ്ടത്. ഓരോ സമുദായങ്ങളും അതാത് സമുദായങ്ങൾ എടുക്കുന്ന നന്മകൾ എടുത്തോളൂ. രാജ്യത്തെ ചൂഷണം ചെയ്യരുത്. അത്രയേ ഉള്ളൂ. ഇന്ത്യ അയാൾക്ക് പറഞ്ഞൂടെ? പറഞ്ഞൂടെ? ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും നിന്റെ വീട്ടിലേക്ക് ഓടി വന്നൂടെ? നമ്മളൊന്നും ശത്രുക്കളല്ല, നമ്മളൊക്കെ ഒന്നാണ് കേട്ടോ. പറഞ്ഞൂടെ? ഏതൊക്കെ പെരുന്നാളുണ്ടെങ്കിലും ആ പെരുന്നാളിന് എനിക്ക് സന്ദേശം, ഒരു നല്ല വാക്ക്, ഒരു ഓണാണെങ്കിലും പെരുന്നാളാണെങ്കിലും ഒരു വിഷു ആണെങ്കിലും ഒക്കെ എനിക്ക് ഒരു നല്ല മെസ്സേജ് അയക്കുന്ന എത്രയോ RSSകാരും BJPക്കാരായ ആളുകളുണ്ട്. അങ്ങനെയുണ്ട്. എനിക്ക് പലപ്പോഴും തിരിച്ചയക്കാനൊന്നും കഴിയില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയൊരു ശ്രദ്ധയില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ അതേസമയത്ത് കൃത്യമായി ഓണത്തിനും വിഷുവിനും പെരുന്നാളിനൊക്കെ എനിക്കൊരു നല്ല മെസ്സേജ് അയക്കുന്ന RSSന്റെയും BJPയുടെയും നേതാക്കളും ഉത്തരവാദിത്തപ്പെട്ടവരും ഇന്ന് കേരളത്തിലുണ്ട്. ഞാൻ അവരേറ്റവും വലിയ ബന്ധമില്ല, ഒന്നുമില്ല. അവർക്ക് എൻ്റെ നമ്പർ എവിടുന്ന കിട്ടിയെന്ന് പോലും എനിക്കറിയില്ല. ഒരു ബന്ധമില്ല. അല്ലാഹു മഷഹദ്. പക്ഷെ പരസ്പരക്കൊരു സ്നേഹം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അത് അല്ലാഹു വിപുലമാക്കട്ടെ. അള്ളാഹിനോട് പറയാ. മനസ്സിലായില്ലേ? അതിൻ്റെ അർത്ഥം എല്ലാം ശരിയാണെന്നല്ല, എല്ലാം തെറ്റാണെന്നല്ല. മുഖദ്ദിറായ റബ്ബിന്റെ തഖ്ദീർ, മുഖല്ലിബുൽ ഖുലൂബ്. അള്ളാഹുവിന്റെ ഒരു പേരാണ് എന്ത്? മുഖല്ലിബുൽ ഖുലൂബ്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവൻ. ഏത് ശത്രുവിനെയും മിത്രമാക്കാനും ഏത് മിത്രത്തെയും ശത്രുവാക്കാനും അള്ളാഹുവിന്റെ തഖ്ദീറിനാൽ വരും. തഖ്ദീറിനാൽ ഒരു മിത്രം എന്താവും? പറ. ശത്രുവോ മിത്രവും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. പലതും അങ്ങനെയാണ്. പലതും അങ്ങനെയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്കും ഒക്കെ അതെന്താ പറഞ്ഞത്? അള്ളാഹുവിലേക്ക് മടങ്ങുക. ഹബീബായ പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദിക്ർ മുടക്കി എന്ന് പറഞ്ഞത് വളരെ മോശമായി പോയി. ഈ വാക്ക് ഞാനിവിടെ പറയാൻ കാരണം ഖദംതു ലിദിക്രിഹി എന്ന വാക്കിനെ വ്യാഖ്യാനിച്ചപ്പോഴാണ് ഞാൻ ഇത് പറഞ്ഞത്. ജമീഉ ശുഊനിൽ ഖൽഖി മിൻ ശഅനി ഫൈലഖി ഫഐനി വകൽകാലി വതുർസി വലഖലഖി ഇഖ്ലാമി വനഖസി ഖദ് ഖദംതു ലിദിക്രിഹി. ബാക്കി അരവരി നാളെ പറയാം. അപ്പോൾ എന്റെ കണ്ണും, വകൽകാലി എന്റെ നെഞ്ചകവും, വതുർസി എന്റെ കടലാസും, വലഖലഖി എന്റെ നാവും, വഖിലാമി എന്റെ പേനയും,
എന്റെ പേനയും എന്റെ മഷിയും ഖദ് ഖദംതു, അതെല്ലാം ഞാൻ സേവന സമർപ്പണം ചെയ്തു. ഈ ഫൈലഖിനെ പറയാൻ വേണ്ടി. ഈ ഫൈലഖ് എന്നാൽ ആശ്ചര്യജന്യമായ വ്യക്തിത്വത്തിനുടമ, അത്ഭുതത്തിന്റെ വ്യക്തിത്വം. ആ വ്യക്തിത്വത്തിന്റെ അത്ഭുതത്തെ കണ്ടെത്താൻ പോലും നമുക്ക് കഴിയില്ല. കുല്ലു മൻ ഫിൽ കൗനി ഹാമു ഫീക യാ ബാഹിൽ ജബീനു വലഹും ഫീക ഖറാമു വസ്തിയാഖും വഹനീനു. ഇല്ലേ, അങ്ങനെയല്ലേ? ഒരാൾക്കും നബിയെ അങ്ങേ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കുല്ലു മൻ ഫിൽ കൗനി ഹാമു ഫീക യാ ബാഹിൽ ജബീനു. എല്ലാവരും പരിഭ്രമിച്ച് ചിന്തിക്കുക അങ്ങയുടെ കാര്യത്തിൽ. അങ്ങയെ മനസ്സിലാക്കാൻ ഒരു ചിന്തകനും കഴിഞ്ഞില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ നബിയുടെ ദിക്റിനെ മുടക്കി എന്ന് പറഞ്ഞാൽ വലിയ ദുരന്താണ് പിന്നെ വന്നത്. ആ ദുരന്താണിത്. അന്ന് തുടങ്ങിയ പിഴക്കൽ ഇപ്പൊ പൂർത്തിയായി. തിന്നല്ല പിഴക്കൽ തകർന്നിട്ടുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികളുള്ള രാജ്യങ്ങളിൽ ഇന്ന് നമ്മുടെ രാജ്യങ്ങളുമുണ്ട്. അതാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. അതോ ലിബറലിസ്റ്റുകളുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും. സാം ഹാരിസിന്റെ എൻഡ് ഓഫ് ദി ഫെയ്ത്ത് എന്ന പുസ്തകം 4 ലക്ഷത്തിലേറെ കോപ്പികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുസ്ലിം ലോകം ഡൗൺലോഡ് ചെയ്തത്. 40 ലക്ഷത്തിലേറെ കോപ്പികൾ. എൻഡ് ഓഫ് ദി ഫെയ്ത്ത്. ലോകത്തെ ഏറ്റവും വലിയ നിരീശ്വരവാദിയാണ് ആര്? സാം ഹാരിസ്. അയാളുടെ എൻഡ് ഓഫ് ദി ഫെയ്ത്ത് എന്ന പുസ്തകം 21-ാം നൂറ്റാണ്ടിൽ ലോകത്ത് യൂത്തിനിടയിൽ വളരെ ജനശ്രദ്ധ നേടിയ ഒരു പുസ്തകമാണ്. അള്ളാഹുവിനെതിരെ നിരീശ്വരവാദികൾക്ക് വേണ്ടി എഴുതിയ പുസ്തകങ്ങളിൽ പ്രധാനപ്പെട്ട പുസ്തകമാണ് എൻഡ് ഓഫ് ദി ഫെയ്ത്ത്. ഒരു ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യം 40 ലക്ഷത്തിലേറെ കോപ്പികളാണ് ഡൗൺലോഡ് ചെയ്തത്. അള്ളാഹു നമ്മൾ കാത്തിരക്ഷിക്കട്ടെ. പഠിക്കണം, വിഷയം പഠിക്കണം, വളരെ ഗൗരവമായി പഠിക്കണം. ഇതൊക്കെ കുരുത്തക്കട. മനസ്സിലായില്ലേ? ഖലാമി വനഖ്സി ഖദ് ഖദംതു ലിസിക്രി. എൻ്റെ പേനയും എൻ്റെ മഷിയും എല്ലാം ഞാൻ സേവന സമർപ്പണം ചെയ്തു. ആരെ പറയാൻ? നബി പറഞ്ഞാലോ എല്ലാം ഉണ്ടാവും. എന്തും നബീന്നുണ്ടാവുക. നീ നബിയിൽ നിന്ന് തുടങ്ങ്. നബിയെ മുടക്കല്ലേ. നബിയെ പറയുന്നത് മുടക്കല്ലേ വേണ്ടത്. നബിയെ പറയുന്നത് ഇനിയും അധികരിപ്പിക്കണം. കാരണം എന്തും നബിയിൽ നിന്നുണ്ടാവും. ബാക്കി നാളെ അടുത്ത ക്ലാസ്സിൽ പറയാം. റബ്ബന അലൈഹി. പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഈ വരുന്ന വ്യാഴാഴ്ച 9-ാം തീയതി 3:30 മണിക്ക് നമ്മുടെ പുസ്തകത്തിന്റെ ലോഞ്ചിങ് നടക്കും. ഇൻഷാ അല്ലാഹ് 2 പുസ്തകവും ആ വേദിയിൽ വിൽക്കും. പ്രധാനമായി ഒരു പുസ്തകത്തിന്റെ ലോഞ്ചിങ് ആണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു പുസ്തകത്തിന്റെ ലോഞ്ചിങ് പിന്നീട് ചെയ്യണമെന്നുമുണ്ട്. പുസ്തകത്തിന്റെ വിൽപ്പന നടക്കും. ഇൻഷാ അല്ലാഹ് പുസ്തകം വായിക്കാം, കൊണ്ടുപോകാം. രണ്ടും 2 ആംഗിളിലുള്ള ഡിഫറെന്റ് ആംഗിളിലുള്ള പുസ്തകങ്ങളായതുകൊണ്ടാണ് 2 പുസ്തകത്തിന് 2 ലോഞ്ചിങ് എന്നും. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട പുസ്തക പ്രചാരണ കമ്മിറ്റിയുടെ ഒരു പുതിയ നിർദ്ദേശമുണ്ട്. ഇൻഷാ അല്ലാഹ് 2 പുസ്തകവും അവിടെ വേദിയിലുണ്ട്. ഇൻഷാ അല്ലാഹ് തൗഫീഖ് തരട്ടെ. അപ്പം നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് ഈ പുസ്തകം കൊണ്ടുവരുന്നത്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളിതിൻ്റെ ശ്രോതാക്കളും എല്ലാം ആ പരിപാടിയിൽ നിങ്ങളെ കുട്ടികൾക്കൊക്കെ ഒഴിവുള്ള സമയമാണ്. അപ്പോൾ കുട്ടികളൊക്കെ കൊണ്ടുവരണം. നമ്മൾ ചെറുപ്പക്കാരത് വായിക്കണം. നമ്മൾ യൂത്തിനെ കൊണ്ട് വായിപ്പിക്കണം. ആ വായനയിൽ നമുക്ക് പുതിയ ചില സത്യങ്ങൾ കണ്ടെത്താൻ കഴിയും. ഏറ്റവും വലിയ സത്യം അള്ളാഹുവിലേക്ക് മടങ്ങാൻ നേരമായി ബോധ്യപ്പെടലാണ്. അതാണ് ഈ പുസ്തകത്തിന്റെ മെസ്സേജ് ഓഫ് ദിസ് ബുക്ക്. ഈ പുസ്തകത്തിന്റെ അവസാന മെസ്സേജ് ഇതാണ്.